പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വെക്കാവുന്ന ചെടികളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊക്കെ നിറയെ പൂക്കളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചാൽ മതി. പൂവുണ്ടായി കഴിഞ്ഞാൽ വിത്തും നമുക്ക് പിടിപ്പിക്കാം. ഇതിൻ്റെ ഓൺലൈൻ സീഡൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെയും സീഡ് മേടിച്ച് മുളപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ദേ ഇതൊക്കെ നിറച്ച് പൂവിട്ട് തുടങ്ങി. ചെറിയൊരു കഷ്ണം വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ചുമന്ന മണ്ണാണ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ചുമന്ന മണ്ണ് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും മിക്സ് ചെയ്യുന്നുണ്ട് ഈ മണ്ണിൽ. ഈ ചുവന്ന മണ്ണും കൂടി മിക്സ് ചെയ്ത് കുറച്ച് കമ്പോസ്റ്റും വേണം കേട്ടോ. അപ്പോൾ കമ്പോസ്റ്റും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പോട്ടിങ് നിറയ്ക്കാനായിട്ട്. പിന്നെ കുറച്ച് സുഡോണമസും ഇട്ട് കൊടുക്കുന്നുണ്ട്. കേടൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ മാറ്റി നടുമ്പോൾ കേടൊന്നും വരാണ്ടിരിക്കാൻ കുറച്ച് സുഡോണമസും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടി ഏത് സമയത്തും പൂവുണ്ടാവും. മഴയത്തൊക്കെ മഴ കൊള്ളാണ്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കട്ടിങ്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കവറിലാക്കി വെച്ച് കൊടുത്താൽ മതി, പിടിച്ചോളും. ഇതിപ്പോൾ നമ്മളിതേ മണ്ണ് പോട്ടിലേക്ക് വെച്ചിട്ട് ചെടി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ വളങ്ങളും ഇതിലുണ്ട്, പിന്നെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. പൂക്കൾ ഇഷ്ടമുള്ളവർ ഇപ്പോഴേ തന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് മഴ കഴിയുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ട് നല്ലൊരു വളവും ഒരു ടോണിക് പോലെ ഒഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം അവസാനം. ഇതിപ്പോൾ ചെടി വെക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ഈ പൂവും നല്ല ഭംഗിയാണ്. ഇതിന് പല കളറുകളുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 കളറേ ഉള്ളൂ. 3-4 കളറുകളുണ്ട് ഇതിൽ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറുകളും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. അതുപോലെ നമ്മൾ ഈ ചെറിയൊരു കവറിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ തണ്ടൊക്കെ വെട്ടി ചെറിയ കവറിൽ വെച്ച് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ഉണ്ടാവും. പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പൂവ് ഉണങ്ങി കഴിയുമ്പോൾ പൂവൊക്കെ വെട്ടിക്കളയണം. ഉണങ്ങിക്കഴിഞ്ഞാൽ പൂക്കൾ പിന്നെ അതുമ്മേ നിർത്തരുത്. അത് വെട്ടിക്കളഞ്ഞാൽ അടുത്ത പൂക്കളുണ്ടാകും. വിത്തിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് മുട്ടുകൾ നിർത്താം, ഉണങ്ങി അതിൻ്റെ വിത്തുകൾ എടുക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ വെട്ടിക്കളയണം. പൂവ് ഉണങ്ങി കഴിയുമ്പോൾ കണ്ടോ, ഇതുപോലെ വെട്ടിക്കളഞ്ഞ് അടുത്ത പൂക്കളുണ്ടാകും. അത് ഏത് ചെടിയിലായാലും നമ്മൾ പൂവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ വെട്ടിക്കളയണം. ഇനി ഇതിനായിട്ട് ഞാനൊരു ടോണിക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കടുകാണ്. കടുക് ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് പൂവിടാനായിട്ട്. ഇവിടെ ഇപ്പോൾ കടുക് അരച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ചായലയുടെ കൊറ്റൻ, ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊറ്റൻ എടുത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഴത്തൊലിയാണ് എടുത്തിരിക്കുന്നത്. പഴത്തൊലി എപ്പോഴും നല്ലതാണ്. അത് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കണം. ഇത് എന്നിട്ട് ഒരു ദിവസം വെക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുക. ഒരു ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അരിച്ചെടുത്ത നമ്മൾ ചെടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പൂക്കളുണ്ടാവാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കി വെക്കാനും എളുപ്പവുമാണ്. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം പുളിപ്പിച്ചിട്ട് വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. അത് നമ്മൾക്ക് റോസിനും പൂക്കളുണ്ടാവുന്ന ഏത് ചെടിക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ റോസിനും ജാസ്മിൻ കണ്ടോ, ഇവിടെ ജാസ്മിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതിപ്പോൾ 2 ദിവസമൊക്കെ എടുത്തു വെച്ചിട്ട് ആഴ്ചയിൽ 2 ദിവസം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുപ്പിയിലാക്കി എടുത്തു വെച്ചാൽ മതി. ആഴ്ചയിൽ 2 ദിവസം ഒഴിച്ചു കിടക്കാം. അപ്പോൾ നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളവരൊക്കെ ഇതുപോലെ ഓരോ വളങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ഒഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളാം.